പൂരദിവസം രാവിലെ തന്നെ മറ്റു പൂരങ്ങളുടെയും പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾ തട്ടകദേശത്ത് നടക്കും. വടക്കാഞ്ചേരി പൂരത്തിന്റെ ഒരുക്കങ്ങൾ കരിമക്കാട് ശിവക്ഷേത്രത്തിൽ പ്രഭാതത്തിൽ ആരംഭിക്കും. വടക്കാഞ്ചേരി പൂരം ഷൊർണൂർ റോഡ് വഴി കടന്നുവന്ന് ക്ഷേത്രത്തിന് പുറത്തുള്ള അലങ്കാരവാതുക്കൽ അണിനിരക്കും. ഇതേസമയം കുമരനെല്ലൂർ പൂരം ഒന്നാം കല്ലിൽ നിന്നാരംഭിച്ച് ഗജഘോഷയാത്രയായി ഷൊർണൂർ റോഡ് വഴി ക്ഷേത്രഗോപുരത്തിന് സമീപമെത്തി ചമയങ്ങൾ അണിയും. എങ്കക്കാട്ട് ദേശത്തിന്റെ ആനകൾ ക്ഷേത്രം വലം വച്ച് പുറത്തിറങ്ങി മുല്ലയ്ക്കലാലിൽ പറയെടുപ്പിന് പോകുമ്പോൾ കുമരനെല്ലൂരിലെ ആനകൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് പ്രദക്ഷിണം നിർവഹിക്കുന്നു. മൂകാംബികയിൽ നിന്നുമെത്തിയ ദേവി ആദ്യം കുടിയിരുന്ന തറയാണ് മുല്ലയ്ക്കലാൽ. ഇവിടേക്കുള്ള പറക്കെഴുന്നള്ളത്ത് എങ്കക്കാട് ദേശത്തിന്റെ ആചാരമാണ്. കുമരനെല്ലൂർ ദേശത്തിന്റെ ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞ് വടക്കാഞ്ചേരി പൂരം പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. പൂരത്തിന്റെ പ്രധാന ആകർഷണമാണ് വെടിക്കെട്ട്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം വരവിനോടൊപ്പം തന്നെ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ ഓരോ കരക്കാരും വെടിക്കെട്ടിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കും. പൂരപങ്കാളികളായ 3 ദേശങ്ങളിൽ നിന്നും കാവ് തീണ്ടുവാനെത്തുന്ന ഹരിജൻ പൂരങ്ങൾ അടിസ്ഥാന ജനതയുടെ ദൈവിക സാക്ഷാത്കാരമായി അറിയപ്പെടുന്നു. ദേവിയുടെ ഭൂതഗണത്തിന്റെ അകമ്പടിയോടെ താളത്തിനൊത്ത് ചുവടുവെച്ച് കുടചൂടിയെത്തുന്ന പൂരക്കാർ ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ച് ഇഷ്ടദേവതാ പ്രീതിക്കായി ആടിയമരുന്നു. ഭഗവതിയുടെ തട്ടകത്തിലെ ഓരോ വിഭാഗക്കാരും തങ്ങളുടെ ആചാരമുറയിൽ ദേവീദർശനം നടത്തി മടങ്ങുമ്പോൾ പൂരപ്പറമ്പിൽ വെടിക്കെട്ടിനുള്ള പൂരങ്ങൾ പൂർണ്ണമാകുന്നു. പൂരത്തിനെത്തുന്ന പുരുഷാരമാകെ ഇനി വെടിക്കെട്ടിന്റെ മായാപ്രപഞ്ചം കണ്ട് ആസ്വദിക്കുവാൻ നീങ്ങുകയായി. ഉത്രാളിക്കാവ് പൂരത്തെ ലോകപ്രശസ്തമാക്കുന്ന പ്രധാന ഘടകം വിസ്മയകരമായ ഈ വെടിക്കെട്ടാണ്. കേരളത്തിലെ കരിമരുന്ന് പ്രയോഗങ്ങളുടെ സവിശേഷമായ ആവിഷ്കാരങ്ങൾ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ കത്തിത്തെളിയുന്നു. ചെറുപടക്കങ്ങൾ, വിഷ്ണുചക്രം, അടക്കുപെട്ടി, അമിട്ട്, ഡയന തുടങ്ങിയ ഒട്ടനവധി ഇനങ്ങൾ ഇവിടെ പ്രയോഗിക്കാറുണ്ട്. ഓരോ വിഭാഗക്കാരും ഓരോ വർഷങ്ങളിലും ഊഴം വെച്ചാണ് വെടിക്കെട്ടിനുള്ള മുൻഗണന നേടിയെടുക്കുന്നത്. മത്സര സ്വഭാവമുള്ള വെടിക്കെട്ടിന്റെ വിജയിയെ നിശ്ചയിക്കുന്നത് പൊതുവായ ജനഹിതമാണ്.
ഒരു പ്രഖ്യാപിത മത്സരമല്ലെങ്കിലും ഓരോ ദേശക്കാരും മികവ് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഓരോ ദേശക്കാർക്കും നിശ്ചയിച്ചിട്ടുള്ള കരിമരുന്ന് പ്രയോഗ സ്ഥലത്തേക്ക് ആളുകൾ കൂട്ടമായി നീങ്ങുന്നു. ആഘോഷത്തിന്റെ ആവേശത്തിൽ പൂരമെന്ന ഒരേ ലക്ഷ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ച് സമ്മേളിക്കുന്ന ജനങ്ങളാണ് അപൂർവമായ ഈ ദേവമേളയെ ആകർഷകമാക്കുന്നത്. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏവരും സഹകരിക്കുന്ന നാടിന്റെ ഉത്സവമാണ് ഉത്രാളിപ്പൂരം. വെടിക്കെട്ടിന് ശേഷമാണ് ഓരോ കരക്കാരും നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് കുടമാറ്റം നടത്തുന്നത്. എങ്കക്കാട്ട് ദേശം തെക്ക് നിന്ന് എഴുന്നള്ളിച്ച് പന്തലിനു മുന്നിലെത്തുന്നു. കുമരനെല്ലൂർ വടക്ക് നിന്ന് എഴുന്നള്ളിപ്പായി വന്ന് ക്ഷേത്ര സമീപം നിൽക്കും. വടക്കാഞ്ചേരി ദേശം പടിഞ്ഞാറ് നിന്ന് എഴുന്നള്ളി വന്ന് ക്ഷേത്രത്തിനു മുന്നിൽ നിലയുറപ്പിക്കുന്നു. സന്ധ്യയോടടുക്കുന്ന സമയത്തെ കുടമാറ്റത്തിന്റെ വർണ്ണവൈവിധ്യങ്ങൾ കണ്ടാസ്വദിക്കുവാൻ ജനങ്ങൾ പൂരപ്പറമ്പിൽ തിങ്ങി നിറയുന്നു. ഓരോ കരക്കാരും വിശേഷമായ കുടകൾ ഉയർത്തി കാണികളായ ജനങ്ങളുടെ ആവേശങ്ങൾ ഏറ്റുവാങ്ങും. കുടമാറ്റത്തിനു ശേഷം ദേശപൂരങ്ങളിൽ തിടമ്പേറ്റിയ ആനകൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രദക്ഷിണം ചെയ്യും.